ഹലോ, ഹായ് ഓൾ. അപ്പോ ബി.എസ്.സി കെമിസ്ട്രി കഴിഞ്ഞിട്ടുള്ള അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം? നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും KMML, അതായത് കേരള മിനറൽസ് ആൻഡ് മെറ്റൽ ലിമിറ്റഡിലേക്ക് ജൂനിയർ അനലിസ്റ്റ് ആൻഡ് ജൂനിയർ ഓപ്പറേറ്റർ എന്ന പൊസിഷനിലേക്ക് അവരെന്താണ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് എങ്ങനെ അപ്ലൈ ചെയ്യാം? എന്താണ് PSC വഴിയാണോ അതോ ഡയറക്റ്റ് ആണോ? അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ടും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ അത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. സോ റിക്രൂട്ട്മെന്റ് KMMLന്റെ റിക്രൂട്ട്മെന്റ് 2025 ലേക്കാണ് ജൂനിയർ അനലിസ്റ്റ് ആൻഡ് ജൂനിയർ ഓപ്പറേറ്റർ എന്ന പൊസിഷനിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. റിക്രൂട്ടിംഗ് ബോഡി എന്ന് പറയുന്നത് കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ റിക്രൂട്ട്മെന്റ് ബോർഡാണ്. അപ്പോൾ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു ഓട്ടോണോമസ് ബോഡിയാണിത്. സോ ആപ്ലിക്കേഷൻ പീരീഡ് എന്ന് പറയുന്നത് നമുക്ക് 29 സെപ്റ്റംബർ 2025 സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് 31 ഒക്ടോബർ 2025 വരെ എന്താണ് അപ്ലൈ ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ പ്യുവർലി ഓൺലൈൻ ആണ്. ഇതാണ് അതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇതിലൂടെ നമുക്ക് എന്താണ് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ ഒരു വിൻഡോയിലേക്കായിരിക്കും വരുന്നത്. സോ കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ വിവിധ തരങ്ങളിലുള്ള നോട്ടിഫിക്കേഷനുകളാണ്. അപ്പൊ നമുക്ക് BSc കെമിസ്ട്രി ക്വാളിഫൈ ആയിട്ടുള്ളവർക്ക് ഇപ്പൊ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ജൂനിയർ അനലിസ്റ്റ്, അതായത് അതിന്റെ കാറ്റഗറി കോഡ് 110/2025 ആണ് ജൂനിയർ അനലിസ്റ്റ്. അതുപോലെ തന്നെ ജൂനിയർ ഓപ്പറേറ്റർ അതിന്റെ കോഡ് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 97/2025 ആണ്. സോ ഇത് അഡ്വർടൈസ്മെന്റ് ആണ്. സോ നമ്മൾ ഇതിലൂടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്താണ് എന്തൊക്കെ ഏജ് ലിമിറ്റും അതുപോലെ തന്നെ നമ്മുടെ ഫീയും കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽസ് ഫുള്ള് നമുക്ക് എന്താണ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. ഇനി അപ്ലൈ ചെയ്യേണ്ടത് ഈ ലിങ്കിലൂടെ നമുക്ക് അപ്ലൈ നൗ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആകും. അപ്പൊ നമ്മൾ ഓൾറെഡി ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ യൂസർ നെയിമും അതുപോലെ തന്നെ പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യുക. ഇനി നമ്മൾ ആദ്യമായിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഇതിലേക്ക് ക്ലിക്ക് ചെയ്ത് പോവുക. അപ്പം എന്താ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആകും. അതിൽ നമ്മുടെ നെയിം ആസ് ഇൻ ആധാർ, നമ്മുടെ ആധാറുള്ള നെയിം കൊടുക്കുക, ആധാർ നമ്പർ കൊടുക്കുക, പ്രൊസീഡ് ചെയ്ത് പോവുക. അങ്ങനെ നമുക്ക് എന്താണ് വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു വെൽക്കം ടു വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആകുന്നത്. അപ്പം അതില് എല്ലാ ഡീറ്റെയിൽസും എങ്ങനെയാണ് നമ്മളുടെ പ്രൊഫൈൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒക്കെ വെച്ച് നമ്മുടെ പ്രൊഫൈൽ എന്താണ് അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ അതെല്ലാ കാര്യങ്ങളും മലയാളത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ പ്രൊഫൈൽ എടുക്കാം. ഇവിടെ നമ്മുടെ പ്രൊഫൈൽ ഉണ്ട്. അപ്പൊ ആ പ്രൊഫൈൽ എടുക്കാം. അതിനുശേഷം എന്താണ് നമ്മൾ ഫോട്ടോയും സിഗ്നേച്ചറും ഒക്കെ നമ്മൾ എന്താണ് കൊടുക്കുക. അത് കറക്റ്റ് സൈസിലെല്ലാം കൊടുക്കണം. അതൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊടുക്കുക, എക്സ്പീരിയൻസ് ഉള്ളത് കൊടുക്കുക, പിന്നെ ജനറൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഏതാന്ന് വെച്ചാൽ അതൊക്കെ അപ്ലോഡ് ചെയ്യുക. പിന്നീട് നമ്മുടെ സ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ആ സ്കില്ലിന്റെ ഇത് കൊടുക്കുക. ഇതെല്ലാം ചെയ്തതിനു ശേഷം നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഒരു പ്രിവ്യൂ കാണാൻ പറ്റും. ഓക്കെ, അതിനുശേഷം എന്താണ് നമ്മുടെ പ്രൊഫൈൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമ്മുടെ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ യോഗ്യതയ്ക്ക് പ്രൊഫൈലുള്ള നിങ്ങളുടെ യോഗ്യതയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തസ്തികളൊക്കെ നമുക്ക് എന്താണ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതെല്ലാം നേരത്തെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കയറി ലോഗിൻ ചെയ്താൽ നമുക്ക് എന്താണ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ സ്പാർട്ടൻസിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ജൂനിയർ അനലിസ്റ്റ് എന്ന പോസ്റ്റിലേക്ക് കേരള മിനറൽസ് ആൻഡ് മെറ്റൽ ലിമിറ്റഡിലേക്ക് എന്താണ് PSC വഴി എക്സാം കണ്ടക്ട് ചെയ്തിരുന്നു. അപ്പൊ അതിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ ആദ്യത്തെ മെയിൻ ലിസ്റ്റിലുള്ള 50% ആൾക്കാർ നമ്മുടെ സ്റ്റുഡൻസ് ആയിരുന്നു. സോ ഇതിലേക്ക് ഇപ്പൊ ഈ പുതിയ നോട്ടിഫിക്കേഷനിലും അതായത് ജൂനിയർ അനലിസ്റ്റും അതുപോലെ ജൂനിയർ ഓപ്പറേറ്റർ എന്ന പൊസിഷനിലേക്ക് എക്സാം അപ്ലൈ ചെയ്യുന്നവർക്ക് നമ്മളൊരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്താണ് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.
സോ നമ്മളുടെ പൊസിഷൻസ് ജൂനിയർ അനലിസ്റ്റ് ആൻഡ് ജൂനിയർ ഓപ്പറേറ്റർ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ കാറ്റഗറി നമ്പർ ഇതാണ്. ഈ കാറ്റഗറി നമ്പറാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഉള്ളത്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ എന്താണ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ആദ്യം കാണിച്ച വിൻഡോ ഇല്ലേ നമ്മൾ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകുമ്പോൾ, സോ ആ കാറ്റഗറി നമ്പർ വെച്ച് നോക്കുക. ഇനി വേക്കൻസീസ് 4ആണ്. ജൂനിയർ അനലിസ്റ്റ് ആണെങ്കിൽ 4ഉം ജൂനിയർ ഓപ്പറേറ്ററിൽ 11 വേക്കൻസിയുമാണ്. പെർമനന്റ് പൊസിഷൻ ആണ്. ഇതാണ് നമ്മുടെ എന്താണ് പേ സ്കെയില് വരുന്നത്. സാലറി സ്കെയില് ഇതാണ് വരുന്നത്. ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ജൂനിയർ അനലിസ്റ്റിലേക്കാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി ഇൻ കെമിസ്ട്രി ഉണ്ടായിരിക്കണം. അത് നമ്മൾ ക്വാളിഫൈഡ് ആയിരിക്കണം. ഇനി ജൂനിയർ ഓപ്പറേറ്റർ ആണ് എങ്കിൽ ഡിപ്ലോമ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിഗ്രി കെമിസ്ട്രി വിത്ത് 60% മാർക്ക് ആയിട്ടുള്ളവർക്ക് എന്താണ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏജ് ലിമിറ്റ് ഉണ്ട്. 26 ഇയേഴ്സ് ഏജ് ലിമിറ്റ് ആണുള്ളത്. സോ അധികം ആൾക്കാരൊക്കെ എന്താണ് അപ്ലൈ ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ SC ST അല്ലെങ്കിൽ OBC, പ്രിഫിക്ഷണൽ, എക്സ് സർവീസ് അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിന് നമ്മുടെ ഗവൺമെന്റ് റൂൾ അനുസരിച്ചുള്ള റിലാക്സേഷൻ ഉണ്ടാവുന്നതാണ്. ഇനി എക്സാമും അതുപോലെ തന്നെ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് സെലക്ടഡ് ആവുന്നത്. ഇനി നമ്മൾ സെലക്ടഡ് ആവുകയാണെങ്കിൽ 2 പോസ്റ്റിലേക്കും എന്താണ് 1 ഇയർ ട്രെയിനിങ് ഉണ്ടാവും. വിത്ത് സ്റ്റൈഫൻഡോടെ തന്നെ ട്രെയിനിങ് ഉണ്ടാവും. 15K ആണ് എന്താണ് പെർ മന്ത് ആയിരിക്കും നമുക്ക് സ്റ്റൈഫൻഡ് ഉണ്ടാവുന്നത്. പിന്നെ എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജൂനിയർ അനലിസ്റ്റ് ആണെങ്കിൽ 3 ഇയേഴ്സും ജൂനിയർ ഓപ്പറേറ്റർ ആണെങ്കിൽ 4 വർഷം എന്നാണ് എഗ്രിമെന്റ് ഉണ്ട്. പിന്നെ 3 റൊട്ടേറ്റിംഗ് ഷിഫ്റ്റുകൾ എന്നായിരിക്കും എന്താ വർക്കിംഗ് അതായത് 3 വർക്കിംഗിൽ 3 റൊട്ടേഷൻ ഷിഫ്റ്റുകളൊക്കെ ഉണ്ടാവും. ഇനി ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. എന്താ ജനറൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 600 രൂപയും അതുപോലെ SC ST കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 150 രൂപയും ആയിരിക്കും എന്താ ഫീസ്. പിന്നെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതായത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ എന്താണ് കറക്റ്റ് ആയിരിക്കണം. ഇല്ലെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും ഒരു ഫോൾട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ റിജക്ഷൻ ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ IDയും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും വേണമെന്ന് പറയുന്നുണ്ട്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി. സോ അത് എന്താണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ എന്തെങ്കിലും അതായത് നമ്മൾ ഇല്ലാത്ത സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ കൊടുക്കുകയാണ് ക്യാൻവാസിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ അതും ഡിസ്ക്വാളിഫിക്കേഷനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം എക്സാമിന്റെ സിലബസും കാര്യങ്ങളും ഒക്കെ എന്താണ് സൈറ്റിൽ ഉണ്ടാവുന്നതാണ്. ഇനി നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ആയി നമുക്ക് ഏതെങ്കിലും നമ്മുടെ എന്താ പ്രൊഫൈലിൽ പറ്റിയ ജോബിലേക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് എന്താണ് കോൺടാക്ട് ചെയ്യാം ഡയറക്ട്ലി. ഇത് മെയിൽ ID വഴി കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ ഫോൺ വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്തു പക്ഷെ നിങ്ങൾക്ക് ആ പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഇതിലേക്ക് മെയിൽ വഴിയോ അല്ലെങ്കിൽ ഫോൺ നമ്പർ വഴിയോ എന്താണ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ സ്പാർട്ടൻസിൽ ഇപ്പൊ ഈ വന്ന നോട്ടിഫിക്കേഷൻ നമ്മൾ കോഴ്സ് കൊടുക്കുന്നുണ്ട്, ക്ലാസ് കൊടുക്കുന്നുണ്ട്. സോ താല്പര്യമുള്ളവർ എന്താണ് കോൺടാക്ട് ചെയ്യുക. ഇതേ എന്താ പൊസിഷനിലേക്ക് ജൂനിയർ അനലിസ്റ്റിലേക്ക് KMML വിളിച്ച കഴിഞ്ഞ മാസം നടന്ന എക്സാമിലേക്ക് നമുക്ക് എന്താണ് സ്റ്റുഡൻസ് റാങ്ക് ലിസ്റ്റിലുണ്ട്. സോ നമ്മളിപ്പോൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്യുക. സോ എല്ലാവരും തന്നെ എന്താണ് അപ്ലൈ ചെയ്യുക. BSc കെമിസ്ട്രി ക്വാളിഫൈ ആയിട്ടുള്ളവരെല്ലാവരും തന്നെ അപ്ലൈ ചെയ്യുക. ആപ്ലിക്കേഷൻ ഫീസും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നോക്കിയിട്ട് എല്ലാവരും കറക്റ്റ് ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻ ഒരു ഡിസ്ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ റിജക്ഷനോ ചെയ്യാത്ത രീതിയിൽ എന്താണ് എല്ലാവരും അപ്ലൈ ചെയ്യുക. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.